ലോകാവസാനം. മുലയോട് മനസ്സിൽ വിരോധമുള്ള കുപിതകളെല്ലാം ചേർന്ന് ഒരിക്കൽ സങ്കടം അഭിനയിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറിച്ചെന്ന് പറഞ്ഞു, നാസറുദ്ദീൻ, നാളെ ലോകം അവസാനിക്കുകയാണ്. ഞങ്ങൾക്ക് ഇന്നലെ വെളിപ്പാടുണ്ടായി. ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം ഇന്നത്തോടെ തീരുകയാണ്. നാളെ നാമെല്ലാം സ്വർഗത്തിലെത്തിയിരിക്കും. നീ വളരെയധികം ഓമനിച്ച് വളർത്തുന്ന ആടിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സങ്കടം തോന്നുന്നു. ആർക്കും പ്രയോജനപ്പെടാതെ അതും നാളെ ചാകുമല്ലോ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നിന്റെ ആടിനെ അറുത്ത് കറി വെച്ച് ഇന്ന് സുഖമായി ഭക്ഷിക്കാം. മുല്ലയുടെ ആടിനെ കൊന്നു തിന്നണം എന്ന് തീരുമാനിച്ചുറച്ച ആ കുപിതകൾ മുലയുടെ മറുപടിക്കു കാത്തു നിൽക്കാതെ ആടിനെ പിടിച്ച് അറുത്ത് ഇറച്ചിയാക്കി. താൻ ഓമനിച്ച് വളർത്തിയ ആട് ഇറച്ചിയായി തൻ്റെ മുന്നിലെത്തിയപ്പോൾ യാതൊരു ഭാവവ്യത്യാസവും കൂടാതെ മുല്ല അവരോട് പറഞ്ഞു, സുഹൃത്തുക്കളെ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. നാളെ ഈ ദുനിയാവ് കുട്ടിച്ചോറാകുമെങ്കിൽ നമുക്ക് ഈ ആടും കോഴിയുമൊക്കെ എന്തിനാ? ഈ ആടിനെ ഇറച്ചിയാക്കിയത് നന്നായി. നിങ്ങളൊരു കാര്യം ചെയ്യിൻ. ധരിപ്പിച്ചിരിക്കുന്ന മേൽവസ്ത്രങ്ങളും തലപ്പാവും ഒക്കെ അയച്ചുവെച്ച് പുറത്ത് ചെന്നിരുന്ന് കുറച്ചു കാറ്റു കൊള്ളിൻ. അപ്പോഴേക്കും ഞാൻ ആട്ടിനിറച്ചി തയ്യാറാക്കാം. തങ്ങൾ പറഞ്ഞ നുണ മുല വിശ്വസിച്ചു എന്ന് കരുതി മനസ്സാ ചിരിച്ചുകൊണ്ട് അവരെല്ലാം തങ്ങൾ ധരിച്ചിരിക്കുന്ന വില കൂടിയ മേൽവസ്ത്രങ്ങളും തലപ്പാവും അയച്ചുവെച്ച് ഇറച്ചി വേവുന്നതും കാത്ത് പുറത്ത് കാറ്റുകൊണ്ടിരുന്നു. ഇറച്ചിയുടെ മണം വരുന്നുണ്ടോ എന്നറിയാൻ പുറത്ത് മൂക്ക് വട്ടം പിടിച്ചിരുന്നവർക്ക് അടുക്കളയിൽ നിന്ന് തുണി കരിയുന്നതിൻ്റെ മണമാണ് അനുഭവിക്കപ്പെട്ടത്. അതെന്താണെന്നറിയാൻ അവരൊന്നിച്ച് അടുക്കളയിൽ കയറിയപ്പോൾ കണ്ട കാഴ്ച തങ്ങളുടെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ മുഴുവൻ മുല അടുപ്പിലിട്ട് കത്തിക്കുന്നതാണ്. കോപവും സങ്കടവും കൊണ്ട് വീർപ്പുമുട്ടി നിൽക്കുന്ന അവരെ നോക്കി ചിരിച്ചുകൊണ്ട് മുല പറഞ്ഞു, നാളെ ലോകം അവസാനിക്കുമെങ്കിൽ നിങ്ങളും ചാവില്ലേ? പിന്നെ എന്തിനാ ഈ വില കൂടിയ വസ്ത്രങ്ങളൊക്കെ?